കുഞ്ഞി, നീ എന്താ ആലോചിക്കുന്നേ? ഏയ്, ഒന്നുമില്ല. അല്ല, നിങ്ങൾ കണ്ടോ അയാളുടെ പെണ്ണിനെ? അയാളുടെ പെണ്ണിനെയോ? ആരെ? ആന്ന്, നിങ്ങളുടെ അമ്മാവന്റെ മകൻക്ക് ഒരു പെൺകുട്ടിയെ കണ്ടുവച്ചില്ലേ? ആ കുട്ടിയെ കണ്ടോന്ന്? ഏയ് ഇല്ല, ഇങ്ങനെ കണ്ടുവച്ച കാര്യം പോലും ഞങ്ങൾ ഇപ്പോഴാ അറിയുന്നത്. എനിക്കെന്തോ തലവേദന വരുന്നു, ഞാനൊന്ന് കിടക്കട്ടെ. ശരി കുഞ്ഞി. പ്രവീൺ, എന്താണ് മോനെ, നല്ല ഹാപ്പിയാണെന്ന് തോന്നുന്നു. എന്താടാ, വേദികയെ കണ്ടതുകൊണ്ടാണോ? വിശാൽ, എനിക്കെന്താ പറയേണ്ടതെന്നറിയില്ല. പക്ഷേ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അത് വേദികയെ കണ്ടിട്ട് തന്നെയാ. എന്താണ് മോനെ, കോളേജിൽ പഠിക്കുമ്പോ പിറകെ നടന്ന പോലെ ഇനിയും നടക്കാനാണോ പ്ലാൻ? ഡാ, എനിക്ക് അവളോട് പ്രേമം തോന്നുന്നതിന് മുൻപേ ഞാനും അവളും നല്ല സൗഹൃദത്തിലായിരുന്നു. അതറിയില്ല നിനക്ക്? ആ, അത് ശരിയാ. ആ സൗഹൃദമാണല്ലോ പിന്നീട് പ്രണയമായത്. ഡാ, നീ നിന്റെ പപ്പയും അമ്മയും കൂട്ടി ഒരു ദിവസം അവളുടെ വീട്ടിലോട്ട് പോ. അവളുടെ വീട്ടിലോട്ടോ? എന്തിന്? സദ്യ ഉണ്ണാൻ. എടാ പൊട്ടാ, പെണ്ണ് ചോദിക്കാൻ. ഇപ്പൊ നിനക്ക് നല്ലൊരു ജോബില്ലേ? ഇനിയെങ്കിലും നിന്റെ മമ്മ പറയുന്നത് കേൾക്ക് നീ. വേദികയെ പെണ്ണ് ചോദിക്കാൻ നമ്മൾ ഈ വരുന്ന സൺഡേ പോവുന്നു. വിശാൽ, അതിനു മുന്നേ എനിക്ക് അവളോടൊന്ന് സംസാരിക്കണം. ആ, സംസാരിച്ചോ? അവളെ നമ്പർ ഇല്ല നിന്റെ കയ്യിൽ? ഇല്ല, ഞാൻ വാങ്ങിയില്ല. പെട്ടെന്ന് അവൾ പോവാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വാങ്ങാൻ പറ്റിയില്ല. ഷോ, ഇനി എന്താ ചെയ്യാ? നീ നിന്റെ മീരന്റെ അടുത്ത് ചോദിക്കേ, അവളുടെ കയ്യിൽ കാണും. ആ, അവളുടെ കയ്യിൽ കാണും. ഞാൻ അവളോടൊന്ന് ചോദിക്കട്ടെ. ധ്രുവ, എന്തൊക്കെയാ ഇവിടെ സംഭവിക്കുന്നേ? ധ്രുവ, നീ പോലും അറിയാതെ എങ്ങനെയാ നിനക്ക് വേണ്ടി ഒരു കൊച്ചിനെ കണ്ടുപിടിച്ചത്? എനിക്കറിയില്ല കിച്ചു. മമ്മ പോലും എന്നോട് ഈ കാര്യം പറഞ്ഞിട്ടില്ല. എനിക്ക് ഈ പ്രപ്പോസലിനോട് താല്പര്യമില്ലെന്ന് ഞാൻ എങ്ങനെ മമ്മയോട് പറയും? ഡാ, നിനക്ക് താല്പര്യമില്ലെങ്കിൽ പിന്നെ ഇത് നടക്കില്ല. എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാക്കിച്ചു. പക്ഷേ എനിക്ക് ഈ പ്രപ്പോസലിനോട് താല്പര്യമില്ല എന്നറിഞ്ഞാൽ ഞാൻ കാരണം അവരുടെ സന്തോഷം ഇല്ലാതാവും എന്നു കരുതി വേദയെ വിട്ടു കളയാനാണോ നിന്റെ തീരുമാനം? നീ താലി കെട്ടിയ പെണ്ണാവള്. ധ്രുവ, ഇപ്പോഴും സമയം വൈകിയിട്ടില്ല. നീ ശോഭാന്റിയോട് കാര്യങ്ങൾ പറ. നോ കിച്ചു, മമ്മയെ എതിർക്കാൻ എനിക്ക് കഴിയില്ല. നിനക്കല്ലേ കഴിയാത്തതുള്ളൂ? ശോഭാന്റിയോട് ഞാൻ തന്നെ എല്ലാം പറഞ്ഞേക്കാം. കിച്ചു, നീ എന്ത് പറയാമെന്ന ഈ പറയുന്നേ? വേറെന്ത് പറയാൻ? നിന്റെയും വേദയുടെയും താലിക്കെട്ട് കഴിഞ്ഞെന്ന്. എന്താ എന്താ കിച്ചു നീ ഇപ്പോ പറഞ്ഞത്? ആദി, വേദ ഞാൻ താലി കെട്ടിയ പെണ്ണാ. ആദി, നീ ഇങ്ങനെ മിണ്ടാതിരിക്കാതെ എന്തെങ്കിലും ഒന്ന് പറ. നിങ്ങൾ വാ, എനിക്ക് കുഞ്ഞിയോടൊന്ന് സംസാരിക്കണം. അമ്മേ, ഞങ്ങള് പോയിട്ട് വരാം. ശരി മോളെ. നിങ്ങൾ ഇങ്ങനെ മിണ്ടാതിരുന്നാൽ എങ്ങനെ? ഇതിനൊരു പരിഹാരം കാണണ്ടേ? എന്താ ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ല പൊന്നു. ഇതിനൊരു പരിഹാരം നമ്മൾ എങ്ങനെ കാണും? ഹലോ ഉണ്ണിയേട്ടാ. ഹലോ, എന്താ അഞ്ജു? ഉണ്ണിയേട്ടാ, അത് എന്താ എന്താ പറ്റിയേ? ഉണ്ണിയേട്ടാ, അത് നമ്മുടെ കുഞ്ഞി ആരോ തട്ടിക്കൊണ്ടുപോയി. എന്താ നീ പറഞ്ഞത് അഞ്ജു? അതെ ഉണ്ണിയേട്ടാ, നമ്മുടെ കുഞ്ഞി ആരോ തട്ടിക്കൊണ്ടുപോയി. ഞാനും അമ്മവും കുഞ്ഞിയും കൂടി
ഞങ്ങളുടെ ഫ്രണ്ടിനെ കാണാനായി ടൗണിലോട്ട് വന്നതാ. ഫ്രണ്ടുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ കുഞ്ഞിക്കൊരു കോള് വന്നു. കോൾ എടുത്തവൾ പുറത്തോട്ട് ഇറങ്ങിയപ്പോ ഒരു വാൻ വന്ന് കുഞ്ഞെ വാനിൽ കയറ്റി കൊണ്ടുപോയി. ഞങ്ങൾ പിറകെ ഓടിയപ്പോഴേക്കും വാൻ പോയി. നീ ടെൻഷൻ ആവാതെ, നിങ്ങൾ ഇപ്പൊ എവിടെയാ നിൽക്കുന്നേ? ഞങ്ങൾ അങ്ങോട്ടേക്ക് വരാം. ഞങ്ങളിപ്പോ നമ്മുടെ ടെക്സ്റ്റൈൽസിന്റെ മുന്നിലുണ്ട്. നീ ടെൻഷൻ ആവാതെ, ഞങ്ങൾ ഇപ്പൊ തന്നെ അങ്ങോട്ടേക്ക് വരാം. നിങ്ങൾ അവിടെ തന്നെ നിൽക്ക്. എന്താടാ ഉണ്ണി? എടാ, നമ്മുടെ കുഞ്ഞി ആരോ തട്ടിക്കൊണ്ടുപോയെന്ന്. വാട്ട്? ഈ കാര്യം നമ്മളല്ലാതെ വേറെ ആരും അറിയരുത്. നമ്മൾക്ക് പെട്ടെന്ന് പോകണം. എന്താ എന്താ നിങ്ങൾക്ക് വേണ്ടത്? എന്തിനാ എന്നെ ഇങ്ങോട്ടേ കൊണ്ടുവന്നേ? അതൊക്കെ മോൾക്ക് ഞങ്ങളെ സാർ വരുമ്പോ മനസ്സിലാവും. അതുവരെ മിണ്ടി പോകരുത്. ആരോട് തന്റെയൊക്കെ സാറ്? ആ സാറിനോട് ഇങ്ങോട്ട് വരാൻ പറ. ഞാൻ ചോദിച്ചോളാം അയാൾക്ക് എന്താ വേണ്ടതെന്ന്. എനിക്ക് നിന്നെയാണ് വേണ്ടത് വേദിക. എന്നെയോ? അതെ, നിന്നെ തന്നെ. നിന്നെയാണ് എനിക്ക് വേണ്ടത്, വേദിക വിശ്വനാഥ്. എന്നെ എന്തിനാ തനിക്ക്? നിങ്ങൾ എല്ലാവരും എന്തിനാ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? എന്നെ കെട്ടൊന്ന് അയച്ചുവിട്. എടോ, തന്നോട് ഞാൻ പറഞ്ഞത് എന്നെ വിടാൻ. നിങ്ങൾ ചെല്ല്. ഇവിടെ ഞാൻ ഇവളും മതി. എന്റെ വേദിക, തന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ തന്നെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്? ഇഷ്ടം കൊണ്ട് തട്ടിക്കൊണ്ട് വരുവാണോ ചെയ്യണ്ടേ? എനിക്ക് തന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ താൻ അത് സ്വീകരിക്കുമോ? ഇല്ലല്ലോ. ഇനിയിപ്പോ സ്വീകരിച്ചാലും നിന്റെ കഴുത്തിൽ താലി കെട്ടിയവൻ അതിന് സമ്മതിക്കില്ലല്ലോ. എന്താ വേദിക, ഞാനിതൊക്കെ എങ്ങനെ അറിഞ്ഞെന്നാകുമല്ലേ? എല്ലാം വിശദമായി പറയാം. ഇപ്പൊ എന്റെ കൊച്ച് റെസ്റ്റ് എടുക്ക്. ചെറിയച്ഛനാണല്ലോ. ഹലോ ചെറിയച്ഛ. വാട്ട്? ഓക്കെ ചെറിയച്ഛ, ലൊക്കേഷൻ സെൻഡ് ചെയ്തേക്ക്. എന്താടാ, എന്താ അച്ഛൻ പറഞ്ഞത്? കുഞ്ഞിയെ കിഡ്നാപ്പ് ചെയ്തത് SM ഗ്രൂപ്പിന്റെ CEO സിദ്ധാർത്ഥ് മേനോനാണെന്ന്. അയാൾ എന്തിനാ കുഞ്ഞിയെ കിഡ്നാപ്പ് ചെയ്തത്? അതിനെ കുറിച്ചൊന്നും ചെറിയച്ഛൻ എന്നോട് പറഞ്ഞില്ല. സിദ്ധാർത്ഥിന്റെ PA ചെറിയച്ഛനെ വിളിച്ച് പറഞ്ഞതാണ്. ഉണ്ണിയേട്ടാ, എനിക്ക് പേടിയാകുന്നു. അഞ്ജു, നീ ടെൻഷൻ ആകാതെ. ധ്രുവ, പെട്ടെന്ന് പോ. വിശ്വട്ടാ, എന്തായി നമ്മുടെ മോള്? മാളു, നീ ഇങ്ങനെ ടെൻഷൻ ആവാതെ. മോനെ, നമ്മുടെ കുഞ്ഞി. അച്ഛാ, നിങ്ങൾ ആരും ടെൻഷൻ അടിക്കാതെ. എന്റെ മോൾക്ക് ഒന്നും സംഭവിക്കില്ല. ആദിയും ധ്രുവയും ഉണ്ണിയും പോയിട്ടുണ്ടല്ലോ. അവർ നമ്മുടെ കുഞ്ഞിയെ കൊണ്ടേ വരൂ അച്ഛാ. അല്ല വിശ്വ, നീ ഇതെങ്ങനെ അറിഞ്ഞു? കുഞ്ഞിയെ കിഡ്നാപ്പ് ചെയ്തത് സിദ്ധാർത്ഥ് മേനോനാണെന്ന്. അജുയേട്ടാ, സിദ്ധാർത്ഥിന്റെ PA എനിക്ക് വിളിച്ചിരുന്നു. അവനാണ് എന്നോട് പറഞ്ഞത്. എങ്ങനായാലും വേണ്ടിയില്ല, നമ്മുടെ കൊച്ചിനെ കൊണ്ടുവരണം. പേടിക്കണ്ട മക്കളെ, അവര് പോയിട്ടുണ്ടല്ലോ. എന്താണ് വേദിക, തനിക്ക് എന്നെ സ്നേഹിക്കാൻ കഴിയില്ലെങ്കിലും എനിക്ക് തന്നെ സ്നേഹിച്ചൂടെ പൂർണ്ണമായും? നാണമുണ്ടോ തനിക്ക് എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറാൻ? മര്യാദക്ക് ഈ കെട്ട് അഴിച്ചു വിടുന്നതാ തനിക്ക് നല്ലത്. അല്ലെങ്കിൽ ഉണ്ടല്ലോ. അല്ലെങ്കിൽ എന്താ, നിന്റെ മറ്റവൻ വരുമോ നിന്നെ രക്ഷിക്കാൻ? ഇല്ല മോളെ, ഇനി ആരും നിന്നെ രക്ഷിക്കാൻ വരില്ല. നീ ഇനി മുതൽ ഈ സിദ്ധാർത്ഥ് മേനോന്റെയാ. അതിനെ ആരെ എതിർക്കാൻ ശ്രമിച്ചാലും അവർ ഈ ലോകത്ത് ജീവനോടെ കാണില്ല.
നിർത്തടോ, അത് താൻ മാത്രം വിചാരിച്ചാൽ മതിയോ ഞാൻ ആരുടെ പെണ്ണാണെന്ന്? ഞാൻ ധ്രുവദർശിന്റെ പെണ്ണാ. അതിനി അങ്ങനെ തന്നെ ആയിരിക്കും എന്റെ അവസാന ശ്വാസം വരെ. ഓഹോ, വെറും ഡയലോഗ് മാത്രം. എന്നിട്ട് തന്റെ കഴുത്തിൽ താലി കെട്ടിയ തന്റെ ഭർത്താവ് തന്നെ രക്ഷപ്പെടുത്താൻ വന്നില്ലല്ലോ. താൻ നോക്കിക്കോ, എന്റെ ഭർത്താവ് വരും എന്നെ രക്ഷപ്പെടുത്താൻ.